വയല NVUP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി അവതരിപ്പിക്കുന്ന റേഡിയോ നാടകം ആനപ്പൂട. കൂട്ടുകാരിക്കായി ആനപ്പൂട മോഷ്ടിക്കുക എന്ന സാഹസത്തിന് മുതിരുന്ന ബഷീറിനെയാണ് ഈ കഥയിൽ നാം കാണുന്നത്. വ്യാകരണത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് നാട്ടുമൊഴി വഴക്കത്തിലൂടെ മലയാളക്കരയെ കുടകുടെ ചിരിപ്പിക്കുകയും അതിനൊപ്പം ആഴത്തിൽ ചിന്തിപ്പിക്കുകയും ചെയ്ത ബഷീറിന്റെ ആനപ്പൂട എന്ന റേഡിയോ നാടകത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ശബ്ദം നൽകിയവർ ബഷീർ, ദേവനന്ദ എസ്, ഉമ്മ, ഇലാമുരളി, രാധാമണി, ആമിന ഫസലുദ്ദീൻ, തമ്പുരാൻ, അഗത കുറുപ്പ്, ഉപ്പ, ഗൗതം കൃഷ്ണ, പാപ്പാൻ, ദീപക് രാജ്. ബഷീറേ, ഡാ ബഷീറേ, ഓൻ എന്തിയേ? ഓൻ ഇപ്പോഴും പൊരക്ക് ചാടിയില്ല. ബഷീറേ, ഡാ ബഷീറേ, എഴുന്നേക്കട ശൈത്താനെ. ഉമ്മ ഇച്ചിരി കൂടെ കിടക്കട്ടുമ്മ. എഴുന്നേക്കട ശൈത്താനെ. ഉമ്മ അന്റെ നിക്കർ ഇന്നും നനഞ്ഞോ? അള്ളോ, എന്തൊരു നാറ്റാ. എന്താ എന്താ അവിടെ ഉമ്മയും ബഷീറും വഴക്കാ? നിങ്ങളെ വരിൻ, ഓൻ ഇന്നും പണി പഠിച്ചു. പായ കിടന്ന് മുള്ളിയിരിക്കണു. ഞാനല്ല പായ കിടന്ന് മുള്ളണെന്ന് പറഞ്ഞില്ലേ? ഇജല്ലാതെ പിന്നെ ആരാടാ? അതേ, അതോന അബ്ദുൽ ഖാദർ. ഓൻ മുള്ളി എങ്ങനെയാ അഞ്ചു നിക്കർ നനയണേ? എജറാവാണ്ടിരി, നമുക്കൊരു കാര്യം ചെയ്യാന്നേ. ഇച്ചിച്ചി പുഴുക്കലരി വറുത്ത് പൊടിച്ച് മന്ത്രം ചൊല്ലി അങ്ങ് കൊട്. എന്നിട്ട് നിന്നില്ലെങ്കിൽ നമുക്ക് രാമൻ നായരുടെ കൊമ്പന്റെ കാൽക്കീടക്കൂടെ കൊണ്ട് ഓടിക്കാം. അപ്പം നിൽക്കും അവന്റെ കിടന്നുമുള്ളല്. അല്ല, ഇതാരാണ് വരണത്? നമ്മുടെ മൊഞ്ചത്ത് രാധാമണി അല്ലേ? ബഷീർ എഴുന്നേറ്റില്ലേ ഉമ്മ? ഡാ ബഷീറേ, ഇജ് വേഗം പോയി നിക്കറ് മാറി വരിൻ. ഇന്നും കിടന്നുമുള്ളിയല്ലേ? ഡാ കിടന്നുമുള്ളി. ഞാനല്ല പായ കിടന്ന് മുള്ളണത്. ഡാ പോയി നിക്കറ് മാറടാ നമുക്ക്. അള്ളോ, അടുപ്പത്ത് മീൻകോട്ട എന്തായോ എന്തോ. എടാ കിടന്നുമുള്ളി. എന്റെ അമ്പോ, ഞാൻ പേടിച്ചു പോയല്ലോ കിടന്നുമുള്ളി. ഞാനല്ല പായ കിടന്ന് മുള്ളണെന്ന് പറഞ്ഞില്ലേ? നീ അല്ലാണ്ട് പിന്നെ ആരാ? ഇബിലീസ? രാധാമണി, ആര് വേണേലും എന്നെ കിടന്നുമുള്ളി എന്ന് വിളിച്ചോട്ടെ, പക്ഷേങ്കില് നീ എന്നെ അങ്ങനെ വിളിക്കരുത്. അതെന്താ ബഷീറെ അങ്ങനെ? അത് പിന്നെ അന്നെ എനിക്ക് പേരുത്തിഷ്ടാണ്. എന്നെയോ? നേരാണോ ബഷീറെ? അതെ, അള്ളാഹു ആണ് അന്നെ എനിക്ക് പേരുത്തിഷ്ട. എന്നാലേ എനിക്കൊരു സാധനം കൊണ്ട് തരുമോ? എന്താ രാധാമണി? ഒരു ആനവാൽ. അല്ലോ, ആനവാലോ? അതിനിപ്പോ ഞമ്മളെവിടെ പോവാനാ? അന്റെ ബാപ്പാന്റെ ചങ്ങായല്ലേ ആനക്കാരൻ രാമൻ നായര്. ചങ്ങായൊക്കെ തന്നെ, പക്ഷേങ്കില് എങ്ങനെ ഒപ്പിക്കും? എനിക്ക് ഇപ്പൊ തന്നെ വേണം, ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചു പോകും. മാളോരേ, കിടന്നുമുള്ളി വരുന്നുണ്ട്. ഭയങ്കരേ, എന്നാലും ഇത്രയും വേണ്ടാർന്ന്. എനിക്ക് ഇപ്പൊ തന്നെ വേണം. അല്ലോ, അന്റെ ഒരു കാര്യം, ഞാൻ കൊണ്ടുവരാം ആനവാല്. എന്നാ നീ ഇല്ലത്തേക്ക് ചെല്ല്. നീ ഇവിടെ നിക്കേ, ഞാൻ ഇപ്പം വരാം. നീ ഇതാരോടും പറയാൻ നിക്കണ്ട, ഞാൻ ഓടിപ്പോയിട്ട് വരാം. ആന ഇവിടെ ഇല്ലല്ലോ. ഉമ്മറത്തും ആരും കാണുന്നില്ല. ഇവിടെ ആരും ഇല്ലേ? ഹൈ, ആരത് ഇങ്ങോട്ട് കേറി വരിക. ഞാൻ ബഷീറ. ഉപ്പ പറഞ്ഞു കൊമ്പന്റെ കാലിക്കിടുന്ന് ഓടണമെന്ന്. അതിനെന്താ ബഷീറേ, ആന കൊളക്കടവിലുണ്ട്. പാപ്പാൻ രാമൻ നായരും ഉണ്ട് ട്ടോ. നീ അങ്ങോട്ട് ചെല്ല. ശരി തമ്പ്ര. എന്നാ അങ്ങനെ ആവട്ടെ. ഹോ, ഈ ചെക്കന്റെ ഒരു ഓട്ടം. പാപ്പാനെ ഓയ്, ആന പാപ്പാനെ. ഓയ്, ആന പാപ്പാനെ. ആരാണ്ടാ അവിടെ കിടന്ന് തൊള്ള ഉറക്കണത്? ഞാനാ ബഷീറ. നീയാണല്ലേ പായ കിടന്ന് മുള്ളണ ബഷീർ? അല്ല, ഞാനല്ല പായ കിടന്ന് മുള്ളുന്നത്. പാപ്പാനെ, ഞാൻ ഈ ആന ഒന്ന് കുളിപ്പിച്ചോട്ടെ? നീ കുളിപ്പിച്ചോ, ഞാൻ ഇപ്പൊ വരാം. അല്ലോ, ഇത് എന്തൊരു വലിയ ആനയാ. ഇതിപ്പോ എങ്ങനെ ആനവാല് പറിക്കാനാ? കിട്ടിപ്പോയി. രാധാമണി, നിനക്ക് വേണ്ടത് ആനവാലല്ലേ? ഇപ്പൊ കൊണ്ടുവരാം. കുട്ടിശങ്കര, അനങ്ങല്ലേ.
അനങ്ങല്ലേ. അല്ലോ കെട്ടിപ്പോയി അല്ലോ. ഇത് കൊടുത്ത രാധാമണിക്ക് പെരുത്തിഷ്ടാവും. രാധാമണി, രാധാമണി, കെട്ടിപ്പോയി ആനവാല്. എവിടെ? ഞാൻ കാണട്ടെ. ദാ എന്റെ ചുരുട്ടി പിടിച്ച കൈക്കകത്തുണ്ട് ആനവാല്. ഞാനൊന്ന് കാണട്ടെ. ദാ ആനവാല്. അയ്യേ, ഇത് ആനവാലല്ല, ഇത് വെറും ആനപ്പൂടയാ. ഞാൻ ചോദിച്ചത് ആനവാല, മോതിരം കെട്ടാനുള്ള ആനവാൽ. അപ്പോ ഇതല്ലേ നീ പറഞ്ഞ ആനവാല്? അല്ല, ഇത് വെറും ആനപ്പൂടയാ. അപ്പോ നീ ഇനി എന്നെ കിടന്നുമുള്ളി എന്ന് വിളിക്കുമല്ലേ? ഇല്ല, ഞാൻ ബഷീറിനെ കിടന്നുമുള്ളി എന്ന് വിളിക്കില്ല. ശരിക്കും? സത്യം. ഞാനിനി ബഷീറിനെ ആനപ്പൂട ബഷീർ എന്നേ വിളിക്കൂ. ഞാൻ ആനപ്പൂട ബഷീർ അല്ല. ആനപ്പൂട ബഷീറേ.